അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. അപ്പോൾ പരമാവധി നമുക്കറിയാം, ഈ മൊബൈൽ യുഗത്തിൽ, ഇൻ്റർനെറ്റ് യുഗത്തിൽ ഒരുപാട് കുട്ടികൾ വരെ വില്ലനായി മാറുന്നുണ്ട്, മരണത്തിന് വരെ കാരണമായി മാറുന്നുണ്ട് മൊബൈൽ. പരമാവധി നമ്മൾ ഉപയോഗിക്കുന്ന കുറക്കുക. നമ്മുടെ മക്കൾ എന്തുകൊണ്ട് പരമാവധി മൊബൈൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ, മാതാപിതാക്കൾ ഒരുപാട് ഉപയോഗിക്കുന്നവർ കാണുകയാണ്. പലപ്പോഴും പല വീടുകളിലും മാതാവും പിതാവും ഭയങ്കരമായി മൊബൈൽ നോക്കുകയും അതിൽ അഡിക്റ്റായിരിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളത് നോക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കുട്ടികളതിലേക്ക് അഡിക്റ്റായി പോകുന്നതിൽ യാതൊരു തെറ്റും നമ്മൾ കാണാൻ സാധ്യമല്ല. കാരണം നമ്മളത് ഉപേക്ഷിക്കാത്തിടത്തോളം കാലം മക്കളത് ഉപേക്ഷിക്കുകയില്ല. അതേപോലെ പരമാവധി നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ റമളാൻ മാസത്ത് പോലും ഒരുപാട് ഷോർട്സും റീൽസൊക്കെ ഇങ്ങനെ നോക്കി സമയം കളയാതെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും, അതുപോലെ റമളാനുമായി നോമ്പുമായി ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും ഇതൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണങ്ങൾ, നല്ല നല്ല പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. പല ഷോർട്സുകളും പല വീഡിയോസുകളും വെറുതെ ഇരുന്ന് കണ്ട് സ്ക്രോൾ ചെയ്ത് മൊബൈലിപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. മൊബൈൽ നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു സാധനം നമ്മളെ നിയന്ത്രിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. മറിച്ച് നമ്മളാണ് ഈ മൊബൈലിനെ നിയന്ത്രിക്കേണ്ടത്. ഒരു ദിവസമൊക്കെ വെറുതെ മാറ്റി വെച്ച് നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മൊബൈൽ പൂർണ്ണമായി മാറ്റി വെച്ച് നോക്കുക. എന്താ സംഭവിക്കാമെന്നറിയാലോ. അത് ബിസിനസ്സും കച്ചവടമൊക്കെ ഇതിലൊക്കെ നടത്തുന്ന ആളുകൾക്ക് സാധ്യമല്ല, പക്ഷേ മറിച്ച് സാധാരണ ആളുകൾക്ക് സാധിക്കും. ഒരു ദിവസമൊക്കെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കട്ട് ചെയ്ത് ഉപയോഗിക്കുക, ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നോക്കുക. വാട്സപ്പിലും ഫേസ്ബുക്കിലും നമുക്കറിയാം ഒരു ഇത് വരാറുണ്ട്, നോട്ടിഫിക്കേഷൻ. അതൊക്കെ ഓണാക്കി വെച്ച ആളുകളുണ്ട്. അതൊക്കെ ഓഫാക്കി വെക്കുക. നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം, അടുത്ത സുഹൃത്തുക്കൾ, അടുത്ത കുടുംബക്കാർ, അങ്ങനെയുള്ളവരുടെ മെസ്സേജുകൾ നോക്കുക. അനാവശ്യമായി മൊബൈൽ നോക്കുന്നത് പരമാവധി ഒരു മാസം കൊണ്ട് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ നോക്കുന്ന സമയത്ത് തന്നെ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല പ്രഭാഷണങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ നാവിനെ എന്നും നന്മ കൊണ്ട് ഈ ഒരു മാസം നമ്മൾ നനച്ചുകൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി ബിഹംദി, സുബ്ഹാനല്ലാഹിൽ അദീം, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പോലെ ദിക്റുകൾ, ഇങ്ങനെ ദിക്റുകൾ ധാരാളമായി ചെല്ലുക. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമുക്കറിയാം നിരവധി പ്രാർത്ഥനകൾ, ഖുർആനിൽ പറഞ്ഞ പ്രാർത്ഥനകൾ, പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകൾ, ദുആകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി നമ്മൾ സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ, നമുക്കറിയാം മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, എടുത്തിട്ട് ഖുർആൻ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ നല്ല നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഖുർആൻ വായിക്കുക, അതുപോലെ ദിക്റുകൾ പഠിക്കുക, ദുആകൾ പഠിക്കുക. എന്തെങ്കിലും ദുആകൾ പഠിച്ചത് പ്രാവർത്തികമാക്കാൻ, അത് ദിനചര്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളൊക്കെ കാണുമ്പോൾ നല്ല നല്ല ഉപദേശങ്ങൾ നൽകുക. അതുപോലെ നമ്മൾ പഠിക്കുക, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുതിയതായി പഠിക്കുക. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും ഈ റമളാൻ മാസത്തെ നമ്മൾ പൂർണ്ണമായി ഒരു കത്തെങ്കിലും പൂർണ്ണമായി നമുക്ക് തീർക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ.